നമസ്കാരം. ഒരു വലിയ ബില്യണിയർ അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്പനി, ഒരുപാട് റിച്ച് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. ചൊവ്വയിൽ മനുഷ്യനെ ജീവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനുഷ്യരെ അതിനൊരു സാമ്പിളായിട്ട് കുറച്ച് മനുഷ്യരെ ചൊവ്വയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പഠിക്കാനും അവരൊരു സാമ്പിൾ സൈസായിട്ട് ഉപയോഗിക്കാനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മക്കളെ, കുറച്ച് മുതിർന്നവരോടൊപ്പം നമ്മുടെ മക്കളെ ചൊവ്വയിലേക്ക് കൊണ്ടുവരാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഒരു ബില്യണിയർ തയ്യാറാണ്. അപ്പോൾ അവിടെ കാര്യമായിട്ട് സേഫ്റ്റി സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല ചൊവ്വയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. മുതിർന്നവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചില ചെറിയ പരീക്ഷണങ്ങളും അത് തടയാനുള്ള ചില സെറ്റപ്പുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുട്ടികളുടെ കേസിൽ അത് വ്യത്യാസമുണ്ട്. വലിയവരുടെ അതേപോലെയല്ല കുട്ടികളുടെ കേസിൽ, എസ്പെഷ്യലി ചെറിയ കുട്ടികളുടെ കേസിൽ. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് വലിയവരിൽ നിന്ന് മാറ്റം ഉണ്ടാവുക, കുട്ടികൾക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികൾക്കുണ്ടാകുന്ന അധിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ തടയാനുള്ള മാർഗ്ഗങ്ങൾ, ഇതൊന്നും യാതൊരുവിധ എക്സ്പെരിമെൻറ്റേഷനോ സ്റ്റഡീസോ നടന്നിട്ടില്ല. മാത്രമല്ല കുട്ടിയെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. അതായത് പാരൻസായ നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ടില്ല. നേരിട്ട് കുട്ടി സമ്മതിച്ചു. അതുകൊണ്ട് കുട്ടീനെ നേരിട്ട് റിക്രൂട്ട് ചെയ്യാണ്, ചൊവ്വയിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. സപ്പോസ് that when your first child turned 10, a visionary billionaire whom you have never met chose her to join the first permanent human settlement on Mars. Her academic performance plus an analysis of her genome, which you don't remember giving consent for, clinched her a spot. She had signed herself for the mission because she loves outer space, and besides all of her friends have signed up. She begs you to let her go. ആളുടെ കൂട്ടുകാരൊക്കെ, നമ്മുടെ മക്കളുടെ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കും പോകണം എന്ന് പറഞ്ഞ് നമ്മളോട് പറയുകയാണ്. ഓൾറെഡി കൺസെൻറ്റ് കൊടുത്തു. അതിനുശേഷം തടസ്സമൊന്നും പറയാതിരിക്കാൻ വേണ്ടി നമ്മളോടും പറയുകയാണ്, എന്നെയും കൂടി വിടുമെന്ന്. ബിഫോർ സെയിങ് നോ യു അഗ്രി ടു ലേൺ മോർ. നമ്മൾ ഒബ്വിയസ്ലി കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചു. You learn that the reason they are recruiting children is that they adapt better to the unusual conditions of Mars than adults, particularly the low gravity. അതായത് കുട്ടികൾ കുറച്ചും കൂടി നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണം പറഞ്ഞാണ് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ ഭാഗത്ത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങളോ എന്തൊക്കെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള കണ്ടീഷൻസ്, ഒരുപാട് ചിന്തയൊന്നും ഉണ്ടാവില്ല. താരതമ്യേന അഡൽസിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ കൊണ്ടുപോയാൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് ഈ കാര്യം പറയുകയും അവരുടെ പിയർ ഗ്രൂപ്പ് വഴി കൂടുതൽ പേര് ഇതിന് വരാനും സാധ്യതയുണ്ട്. സോ അവർക്ക് കൂടുതൽ ആളുകളെ കിട്ടും മാഴ്സിൽ താമസിക്കാൻ. പിന്നെ അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ റേഡിയേഷൻ ഉണ്ട്. നമ്മുടെ അന്തരീക്ഷം, ഭൂമിയിലെ അന്തരീക്ഷം നമ്മളെ റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാഴ്സിൽ ഈ ഒരു അന്തരീക്ഷം കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാംഫുൾ റേഡിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഹാംഫുൾ റേഡിയേഷനിൽ നിന്ന് അഡൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ചൊക്കെ മെക്കാനിസംസ് ഈ സ്റ്റഡി നടത്തുന്ന ടീംസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനും കുട്ടികൾക്കുണ്ടാകുന്ന സവിശേഷ പ്രശ്നങ്ങൾ പരിഹരിക്കാനും യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. രണ്ടാമത്, നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഗ്രാവിറ്റി ഉണ്ട്, മാഴ്സിൽ ഗ്രാവിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അതുമൂലം ശരീരത്തിനും എല്ലുകൾക്കും മസിൽസിനും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാഴ്സിൽ കുറേ നാൾ കഴിഞ്ഞ് താമസിച്ച് ചെയ്യുമ്പോണ്ടാകുന്ന ലോങ് ടേം ഇഷ്യൂസ്, കുറേ നാൾ കഴിഞ്ഞ് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ തിരിച്ച് ഭൂമിയിലേക്ക് വന്നാൽ തിരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ, തിരിച്ച് ഭൂമിയിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, ഈ ഭൂമിയിൽ നിന്ന് മാഴ്സിലേക്ക് പോകുമ്പോൾ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ടാവും, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള യാതൊരു സ്റ്റഡീസും നടന്നിട്ടില്ല. ഞാൻ വായിക്കാം. First, there is radiation. Earth's flora and fauna evolved under the protective shield of the magnetosphere, which blocks or diverts most of the solar wind, cosmic rays, and other streams of harmful particles that bombard our planet. Mars doesn't have such a shield. So far, a great number of ions would shoot through the DNA of each cell in your daughter's body. The project planners have built protective shields for the Mars settlement based on studies of adult astronauts who have a slightly elevated risk of cancer after spending a year in space. But children are at an even higher risk because their cells are developing and diversifying more rapidly and would experience higher rates of cellular damage. Did the planners take this into account? Did they do any research on child safety at all? As far as you can tell, no. വലിയവർക്ക് പോലും പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് യാതൊരു സ്റ്റഡീസും നമ്മുടെ അറിവിൽ നടത്തിയിട്ടില്ല. പിന്നെ ഗ്രാവിറ്റിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, സോ വുഡ് യു ലെറ്റ് ഹർ ഗോ? ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും ഈ ഒരു അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ വിടുമോ? നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയൂ. എൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളതാണ് ഉത്തരം. Of course not. You realize this is a completely insane idea, sending children to Mars, perhaps never to return to Earth. Why would any parent allow it? എന്തിനാണ് ഇതിന് സമ്മതിക്കുന്നത്? The company behind the project is racing to stake its claim to Mars before any rival company. ആദ്യം അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. വേറൊന്നും ഒരു ബോധമല്ല. Its leaders don't seem to know anything about child development and don't seem to care about children's safety. Worse still, the company did not require proof of parental permission. As long as a child checks a box stating she had obtained parental permission, she can blast off to Mars. No company could ever take our children away and endanger them without our consent, or they would face massive liabilities, right? പാരൻസിന് നേരിട്ടുള്ള കൺസെൻറ്റ് വേണ്ട. കൺസെൻറ്റ് ഉണ്ടെന്ന് കുട്ടി പറഞ്ഞാൽ അത് ഓക്കെയാണ്.
ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കും? ഇല്ല, ഒരു കാരണവശാൽ സമ്മതിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കും, കോടതിയിൽ പോകും, എങ്ങനെയും തടയാൻ നോക്കും, അല്ലേ? ഇത് ടോട്ടലി ഇൻസെയിൻ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നുന്നത്. എന്താണ് ഇതൊക്കെ പറയാൻ കാരണം? ഞാനിവിടെ സ്പേസ് സയൻസിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ജൊനാഥൻ ഹൈറ്റ് എഴുതിയ ദ ആങ്ഷ്യസ് ജനറേഷൻ എന്നുള്ള പുസ്തകത്തിൻ്റെ ഫസ്റ്റ് 2 പേജുകളാണ്. ഇവിടെ ഈ മാർസ് എക്സ്പെരിമെൻറ്റിനെ കമ്പയർ ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ, മൊബൈൽ തുടങ്ങിയവയ്ക്ക് അതിൻ്റേതായൊരു ലോകത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യമാണ് മാർസിനോട് ഉപമിച്ചിരിക്കുന്നത്. അതായത് സാധാരണ ഒരു ചൈൽഡ്ഹുഡ് ജീവിച്ച കുട്ടികൾ, എസ്പെഷ്യലി ഒരു 2010 കൂടി, ഇതിപ്പോൾ അമേരിക്കൻ സെറ്റപ്പിലാണ് പറയുന്നത്, നമ്മുടെ ആകുമ്പോൾ കുറച്ചും കൂടി വർഷങ്ങൾ മുന്നോട്ട് പോകണം. അവർ റിസ്കുകൾ എന്തെന്ന് അറിയാത്ത, പ്രോപ്പറായിട്ട് കൺസെൻ്റ് ഒന്നും വേണ്ടാത്ത, ചൈൽഡ് സേഫ്റ്റി ആവശ്യത്തിന് എൻഷുർ ചെയ്തിട്ടില്ലാത്ത കുട്ടികളിലുള്ള ഇഫക്ട്സ് എത്രത്തോളം കാര്യമായ പഠനങ്ങൾ, ഷോർട്ട് ടേം ലോങ് ടേം ഇഫക്ട്സിനെ കുറിച്ച് കാര്യമായ പഠനങ്ങളോ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളോ ചെയ്തിട്ടില്ലാത്ത മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ഇൻസ്റ്റാഗ്രാം, ഓൾ ദോ സ്റ്റഫ് അതെല്ലാം ചേർത്തുള്ള ലോകത്തേക്ക് കുട്ടികൾ പോകുന്നതിനെയാണ് ഇവിടെ മാർസിലേക്ക് വിടുന്നതിനോട് ഉപമിച്ചിരിക്കുന്നത്. മാർസ് എന്നുള്ളത് ഈ വെർച്വൽ വേൾഡ് ആയിട്ട് എടുക്കാം. എർത്ത് എന്നുള്ളത് പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ്, നമ്മൾ കളിച്ച് വളരുന്ന മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സാധാരണ വേൾഡ് ആയിട്ട് എടുക്കാം. അവിടെ നിന്നാണ് ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ് എന്നുള്ള മാർസ് ലോകത്തേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നത്. മാർസിലേക്ക് വിടുന്നതിൻ്റെ കുഴപ്പങ്ങൾ പറഞ്ഞു. ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഈ ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡിലേക്ക് കുട്ടികളെ വിടുന്നതിലുമുണ്ട്. പക്ഷേ മാർസിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഐഡിയ എത്രത്തോളം ഇൻസെയിൻ ആണെന്ന് തിരിച്ചറിയുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെ ഇതുപോലെ അപകടകരമായ മൊബൈലിൻ്റെ കാര്യം വരുമ്പോൾ വളരെ അലസമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ ഒ പിയിലൊക്കെ സംസാരിക്കുമ്പോൾ സ്ക്രീൻ ടൈമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും ബോധവടല്ല. ഒരു അസുഖത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷേ സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടതിൻ്റെ കാര്യമെല്ലാം പറയുമ്പോൾ പലപ്പോഴും ഒരു അലസമായ മറുപടിയാണ് ലഭിക്കാറുള്ളത്. സോ അതൊരു ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും ഈ ഒരു ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ളൊരു അലസമായ മറുപടി. എന്നാൽ അത് നല്ലതല്ല. ഈ പുസ്തകത്തിൽ മൊത്തം ഇത്തരത്തിലുള്ളൊരു ലോകത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് അവരെ എങ്ങനെ ഒരു ആങ്ഷ്യസ് ഡിപ്രസ് ജനറേഷൻ ആക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിത് വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലൊരു കാര്യം ഞാൻ വായിക്കാം. പേജ് 44. Children born in the late 1990s were the first generation in history who went through puberty in the virtual world. It's as though we sent Gen Z to grow up on Mars when we gave them smartphones in the early 2010s in the largest uncontrolled experiment humanity has ever performed on its own children. ഒന്നുകൂടി പറയാം. The largest uncontrolled experiment humanity has ever performed on its own children. Uncontrolled experiment ആണ്. നമ്മളിവിടെ ഈ 2 കുട്ടികളുടെയും വ്യത്യാസം ഒന്നും പഠിച്ചിട്ടില്ല. ഒരു പ്രോപ്പർ സ്റ്റഡി നടത്താതെ സ്വന്തം മക്കളിൽ, ഹ്യൂമാനിറ്റിയിൽ, മനുഷ്യരിൽ, അതും സ്വന്തം മക്കളിൽ നമ്മളെല്ലാവരും കമ്പനികളിൽ തുടങ്ങി നമ്മളെല്ലാവരും ഏറ്റുപിടിച്ച് നടത്തുന്ന, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡേഞ്ചറസ് എക്സ്പെരിമെൻ്റ് ആണ് അവരെ വെർച്വൽ വേൾഡിലേക്ക് വിടുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഞാൻ വായിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് വളരെ വളരെ ഇഷ്ടമായ ആദ്യത്തെ ചാപ്റ്റർ തന്നെ. 4 അധ്യായങ്ങളായിട്ടാണ് ഇത് പറയുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ ഈ പറയുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ റിലേറ്റഡ് ഇഷ്യൂസും അതെങ്ങനെയാണ് 2010 മുതൽ സെർച്ച് അപ്പ് ചെയ്തെന്നുള്ളത്. അതായത് മൊബൈൽ ഫോൺ, ഐഫോൺ ഒക്കെ കാര്യമായിട്ട് ഉപയോഗത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു ജനറേഷനിൽ, പ്യൂബർട്ടിയിൽ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു ജനറേഷനിൽ എങ്ങനെയാണ് ഇഫക്ട്സ് കൂടുതൽ വരുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത് നോർമൽ ചൈൽഡ്ഹുഡും ഈ പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡും ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡും തമ്മിലുള്ള മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നത്തെ അധ്യായങ്ങളിൽ അതിനെങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങൾ, അതുകൊണ്ടുള്ള ചേഞ്ചസ്, അതിനെങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ദ ഗ്രേറ്റ് റീവയറിംഗ് എന്നുള്ളൊരു ടേം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഫോൺ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ഒരു ഗ്രേറ്റ് റീവയറിംഗ് ഓഫ് ദ ന്യൂറോൺസ് ഓഫ് ദ ബ്രെയിൻ ഉണ്ടായി. അതിൽ 2 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. My central claim in this book is that these 2 trends, overprotection in the real world and underprotection in the virtual world, are the major reasons why children born after 1995 became the anxious generation. അതായത് റിയൽ വേൾഡിൽ അധികം കളിക്കാനൊന്നും വിടാതെ അവിടെ നമ്മൾ ഓവർ പ്രൊട്ടക്ട് ചെയ്തു. എന്നാൽ വെർച്വൽ വേൾഡിൽ നമ്മൾ അവരുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് ലീസ് ബോധേഡാവുകയും ചെയ്തു. ഈ 2 ഫാക്ടേഴ്സ് ചേർന്നിട്ട്, എക്സ്റ്റൻസീവ് മൊബൈൽ യൂസും ചേർന്നിട്ട് ബ്രെയിൻ റീവയറിംഗ് ഉണ്ടാവുകയും, ദ ഗ്രേറ്റ് റീവയറിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്, ആക്ച്വലി ഇറ്റ്സ് എ ഡേഞ്ചറസ് റീവയറിംഗ്. അതുകൊണ്ട് കുട്ടികൾ ആങ്ഷ്യസ് ജനറേഷനായി മാറുകയും അവരിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുകയും അറ്റൻഷൻ ഡെഫിസിറ്റ് ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് വി ആർ സീയിങ് ദ എഫക്ട്സ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. അല്ലേ, നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്നൊരു പുസ്തകമാണിത്. ഡെഫിനറ്റ്ലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ആക്കും. നമ്മുടെ കുട്ടികളെക്കുറിച്ച് ബോധേഡായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകം വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ടോപ്പിക്. അത് വളരെ സയൻറ്റിഫിക് ആയിട്ട് എന്നാൽ വളരെ രസകരമായിട്ടും നമ്മളെ പിടിച്ചു നിർത്തുന്ന രീതിയിലും ഇതിൽ പറയുന്നുണ്ട്. രസകരം എന്നുള്ള വാക്കല്ല, പിടിച്ചു നിർത്തുന്ന രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു കാര്യം, ഈ മാർസ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും അതിലെ ഇൻസാനിറ്റിയെക്കുറിച്ചും എന്നാൽ അതേസമയം മൊബൈലിനെ കുറിച്ച് നമ്മൾ ബോധേഡാവാത്തതിനെക്കുറിച്ചും 2 വാക്ക് പറയണമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മുടെ കുട്ടികളെ എങ്ങനെ മാർസിലേക്ക് വിടില്ലയോ അതുപോലെ നമ്മുടെ കുട്ടികളെ ഡേഞ്ചറസ് വെർച്വൽ വേൾഡിലേക്ക് അൺമോണിറ്റേർഡ് ആയിട്ട്, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് വിടാതിരിക്കൂ. ബിക്കോസ് ദേ ആർ അവർ ചിൽഡ്രൻ. അവരെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, അവരെക്കുറിച്ച് നമ്മൾ ബോധേഡായിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ സംരക്ഷിക്കുക? ആരാണ് അവരെക്കുറിച്ച് ബോധേഡാവുക? സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ വിഷയത്തിൽ അലസ മനോഭാവം പാടില്ല. ഈ വളരെ സീരിയസ് വിഷയത്തെ സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കൂ. ഓരോരുത്തരും ചിന്തിക്കൂ. താങ്ക് യു.